പഴങ്ങൾ നമ്മുടെ ഭക്ഷണത്തിലെ ഒരു പ്രധാന വസ്തുവാണ്. നമ്മളെല്ലാവരും പഴങ്ങൾ കഴിക്കുന്നുണ്ട്. പക്ഷേ പഴങ്ങൾക്ക് ഇത്രയധികം പോഷക മൂല്യമുണ്ട് എന്ന് പലർക്കും അറിഞ്ഞുകൂടാ. നമ്മുടെ ചെറുപ്പക്കാരിൽ പലരും അതുപോലെ തന്നെ കുട്ടികളിൽ പലരും പഴം കഴിക്കുന്നതിനൊരു വൈമുഖ്യം കാണിക്കുന്നവരാണ്. അപ്പോൾ പഴങ്ങൾ കഴിക്കുന്നത് ആരോഗ്യപരമായി നമുക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്ന് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ പഴങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ആദ്യമായിട്ട് തന്നെ ഈ പഴങ്ങൾ പോഷകങ്ങളാൽ സമൃദ്ധമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് പഴങ്ങളാണ് എന്നാണ് വിലയിരുത്തുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ? ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. അതായത് വൈറ്റമിൻ സിയുടെ ഒരു കലവറയാണ് പഴങ്ങൾ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വൈറ്റമിൻ സി കൂടാതെ അതിനകത്ത് വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്, വൈറ്റമിൻ കെ ഉണ്ട്. ഇങ്ങനെ പലവിധ വൈറ്റമിൻസ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ അതിനകത്ത് മിനറൽസ് ധാരാളമുണ്ട്. അതായത് അതിനകത്ത് പൊട്ടാസ്യത്തിൻ്റെ ഒരു കലവറയാണത്. പൊട്ടാസ്യം നമ്മുടെ ഹൃദയത്തിൻ്റെ ക്രമമായി ഉണ്ടാകുവാൻ സഹായിക്കുന്ന ഒന്നാണ്. അതുകൂടാതെ അതിനകത്ത് മറ്റ് മഗ്നീഷ്യം അതുപോലെ തന്നെ മറ്റു മിനറൽസും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. സിങ്ക് അടങ്ങിയിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സി നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റാണ്. അതുപോലെ തന്നെ സെലീനിയം ഏറ്റവും നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റാണ്. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് ധാരാളം ഫൈറ്റോ ന്യൂട്രിയൻസ് ഉണ്ട്. അതായത് അതിനകത്ത് ധാരാളമായിട്ട് ഫ്ലേവനോയിഡ്സ് ഉണ്ട്, കരോട്ടിനോയിഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ അതിനകത്ത് പോളിഫിനോൾസ് ഉണ്ട്. ഇവയെല്ലാം ഫൈറ്റോ ന്യൂട്രിയൻസ് ആണ്. ഈ ഫൈറ്റോ ന്യൂട്രിയൻസ് നമുക്ക് ക്യാൻസറിൽ നിന്ന് പോലും നമുക്ക് സംരക്ഷണം നൽകുന്ന ഒരു പോഷകമാണ്. പിന്നെ ഇതിനകത്ത് നാരുകൾ ധാരാളമുണ്ട്. അതിനകത്ത് കൊളസ്ട്രോൾ ഒട്ടും തന്നെ ഇല്ല. ഇതിൻ്റെ കാലറി വളരെ കുറച്ച് മാത്രമേ പഴങ്ങൾ നമുക്ക് തരുന്നുള്ളൂ. അതുപോലെ തന്നെ അതിനകത്ത് ധാരാളമായിട്ട് നാച്ചുറൽ ഷുഗറുണ്ട്. അതായത് ഇതിനകത്തെ നാച്ചുറൽ ഷുഗർ ഫ്രക്ടോസ് എന്നൊരു ഷുഗറാണ്. നമ്മൾ സാധാരണ പഞ്ചസാരയിലൊക്കെ അടങ്ങിയിരിക്കുന്നത് സുക്രോസാണ്. പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ഫ്രക്ടോസ് ഈ സുക്രോസ് പോലെ അപകടകാരി അല്ല. അപ്പോൾ അത് നമുക്ക് നമ്മുടെ തലച്ചോറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷകങ്ങളിൽ ഒന്നാണ് ഗ്ലൂക്കോസ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ നാച്ചുറൽ ഷുഗർ നമ്മുടെ ബ്രെയിനിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്.